എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാമ്പഴം ഉപയോഗിച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഇടത്തരം വലിപ്പമുള്ള ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരും എടുക്കുന്ന മാങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് അളവിൽ കുറച്ച് വ്യത്യാസം വരും. അതിനനുസരിച്ച് ഓരോരുത്തരും മാങ്ങ എടുക്കുക. മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ദശയുള്ള നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഐസ് ക്യൂബ്സ് എടുക്കാം. ഇത് കുറച്ച് ചെറിയ ട്രേ ആണ്. ഇതിൽ 2 ട്രേ ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം തണുപ്പ് വേണ്ടാത്തവർക്ക് സാധാരണ വെള്ളമോ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമോ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറേശ്ശെ മാറ്റാം. മാമ്പഴവും പഞ്ചസാരയും ഐസ് ക്യൂബ്സും കൂടി ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ്. 400 മില്ലി പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇതും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.